ഇന്നും പലരുടെയും പ്രധാനപ്പെട്ട ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, പൗഡർ. ശരിയല്ലേ? കുളി കഴിഞ്ഞ് വന്ന് മുഖത്ത് കുറച്ച് പൗഡർ ഇടുന്ന ഒരു ശീലം വർഷങ്ങളായി തുടരുന്ന കുറേ അമ്മമാരും ചേച്ചിമാരും ഇന്നും ഉണ്ട്. പൗഡർ ഇട്ട് കഴിയുമ്പോൾ എന്തോ നമ്മൾ ഒരുങ്ങി എന്നൊരു ഫീലാണ് തോന്നുന്നത്. സത്യത്തിൽ അത് മാത്രം മതിയോ? 50 വയസ്സ് കഴിഞ്ഞാൽ വേണ്ടത് ഹെവി മേക്കപ്പ് അല്ല. ഇനിയിപ്പം ഹെവി മേക്കപ്പ് ആണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല കേട്ടോ. എല്ലാം നിങ്ങളുടെ ചോയ്സാണ്. എന്നാൽ മെജോറിറ്റി ആളുകൾക്കും സിമ്പിൾ മേക്കപ്പാണ് ഇഷ്ടം. ഒരു നീറ്റായിട്ടുള്ള ലുക്ക്, സ്വയം കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ സുന്ദരിയായിരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് വളരെ മിനിമലായിട്ടുള്ള 500 രൂപയിൽ താഴെ വരുന്ന പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു എലഗൻ്റ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു എവരിഡേ മേക്കപ്പ് ലുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആളുടെ അമ്മയ്ക്ക് കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങണം, അത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു. അപ്പം ഞാനത് വാങ്ങേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് അറിയുന്നത് അത് വാങ്ങാനുള്ള കാരണം എന്താണ് എന്നുള്ളത്. അപ്പം അവൻ പറഞ്ഞ കാര്യം, അവൻ്റെ അടുത്ത് അവൻ്റെ അമ്മ വന്ന് പറഞ്ഞു എന്ന്, അടുത്ത മാസം അമ്മയുടെ പിറന്നാളാണ്, അപ്പം 60 വയസ്സാവുകയാണ് അമ്മയ്ക്ക്. അമ്മ പറഞ്ഞു എൻ്റെ പിറന്നാളിന് മുൻപായിട്ട് എനിക്ക് നല്ലതുപോലെ സാരിയൊക്കെ ഉടുത്ത് നല്ലതുപോലെയൊക്കെ ഒന്ന് മേക്കപ്പൊക്കെ ചെയ്ത് കുറച്ച് ഫോട്ടോസ് നീ എടുത്തു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോൻ ചോദിച്ചു അതെന്നെ അമ്മ ഇപ്പം അങ്ങനെ പറയാൻ കാര്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അമ്മയ്ക്ക് ഒരുങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടൊന്നും അതൊന്നും സാധിച്ചില്ല. അമ്മ പറഞ്ഞത് അമ്മ ഇഷ്ടപ്പെട്ടതുപോലെ ഒന്ന് ഒരുങ്ങിയത് അമ്മയുടെ കല്യാണത്തിനാണ് എന്നാണ്. അപ്പോൾ പിന്നീട് ജീവിതത്തിലൊന്നും അതൊന്നും സാധിക്കാൻ പറ്റാതായിപ്പോയി. അപ്പം ഇനി വരുന്നത് 60ാമത്തെ പിറന്നാളാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നല്ല പോലെയൊക്കെ ഒന്ന് സാരിയൊക്കെ എടുത്ത് മേക്കപ്പൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്നെ ഒന്ന് സുന്ദരിയായിട്ട് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ അമ്മ മോൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പം മോനും വളരെയധികം വിഷമമായിപ്പോയി. അപ്പം അവനിങ്ങനെ അമ്മയുടെ ഫോൺ എടുത്തു. ഫോണിലെ ഗ്യാലറി ഒന്ന് എടുത്തു നോക്കിയപ്പോൾ ഒരുപാട് സെൽഫികളൊക്കെ അമ്മ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്ന സെൽഫികളാണ്. അപ്പം ഈ ലോ ആംഗിളിൽ വെച്ചിട്ട് എടുക്കുന്ന സെൽഫികളാണ്. അപ്പോൾ മുഖം ഇങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അമ്മയുടെ ഒരു ആഗ്രഹമാണ് അടുത്ത മാസം പിറന്നാളാണ്, പിറന്നാളിന് മുന്നേ നല്ല രീതിയിലൊക്കെ ഒന്ന് ഒരുങ്ങി ഒരു ഫോട്ടോ എടുക്കണമെന്നുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞത് അമ്മയുടെ കയ്യിലിരിക്കുന്ന ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പൗഡറും ഒരു കൺമഷിയും മാത്രമാണ്, അത്രയേ ഉള്ളൂ. അപ്പം ആ അമ്മയ്ക്ക് കുറച്ച് നല്ലതുപോലെ കുറേ മേക്കപ്പ് സാധനങ്ങളൊക്കെ ആ മോൻ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കും വല്ലാതൊരു വിഷമമായിപ്പോയി. കാരണം ഇപ്പം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരമ്മയായിരുന്നു അത്. അമ്മയുടെ ആഗ്രഹം അതായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അമ്മയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഒരു മകനുണ്ടായി. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ടാവും, എത്രയോ അമ്മമാരുണ്ടാവും. ഈ പറയുന്നത് പോലെ ആ അമ്മയ്ക്ക് ഒരു മകനുണ്ടായി അത് വാങ്ങിച്ചു കൊടുക്കാൻ. ഇങ്ങനെ മക്കൾ അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്തു കൊടുക്കുന്ന, നല്ല രീതിയിൽ പരിഗണിക്കപ്പെടുന്ന എത്രയോ സ്ത്രീകളുണ്ടാവും. പക്ഷേ ഇത്തരത്തിലൊന്നും പരിഗണിക്കപ്പെടാതെ പോകുന്ന മറ്റൊരു വിഭാഗം സ്ത്രീകളും ഉണ്ടാവില്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് വിചാരിച്ചു. കാരണം വലിയ പൈസയൊന്നും മേക്കപ്പ് സാധനങ്ങൾക്ക് മുടക്കാൻ പറ്റാത്ത, എന്നാൽ അവർക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ, വളരെ മിനിമലായിട്ട് വാങ്ങാൻ കഴിയുന്ന കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണവും. ഈ വീഡിയോ അത്തരത്തിലൊക്കെ ഒന്ന് ഒരുങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ മുഖത്ത് അമിത രോമ വളർച്ച ഉണ്ടോ എന്നൊരു കാര്യം നോക്കുക. താടിയിൽ, ചുണ്ടിന് മുകളിൽ ഇവിടെയൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സാധാരണയായിട്ട് ഒരു 40-50 വയസ്സ് കഴിഞ്ഞ് സ്ത്രീകളുടെ മുഖത്ത് ഇത്തരത്തിൽ ഹെയർ ഗ്രോത്ത് കാണപ്പെടാറുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് മെനോപോസ് സമയത്തെ ഹോർമോണൽ ചേഞ്ചസ് ആണ്. ഈ സമയത്ത് സ്ത്രീകളിൽ ഈസ്ട്രജൻ എന്ന ഹോർമോൺ കുറയാൻ തുടങ്ങും. എന്നിട്ട് ആൻഡ്രജൻ എന്ന മെയിൽ ടൈപ്പ് ഹോർമോൺ കൂടുതലായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇത് ഫേഷ്യൽ ഹെയർ വളരാൻ കാരണമാകും.
പിന്നെ 50+ ഹോർമോണൽ ഇൻബാലൻസ് ഒക്കെ ഈ ഒരു രോമ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഇതൊരു സാധാരണ കാര്യമാണ്, എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. എന്നോട് പലരും ഇത്തരത്തിലുള്ള മുഖത്തെ രോമ വളർച്ച മാറ്റാൻ എന്തെങ്കിലും ഹോം റെമഡീസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുണ്ടാവുന്ന രോമ വളർച്ചയെ ഹോം റെമഡീസ് കൊണ്ടൊന്നും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു റേസർ വാങ്ങുക. എന്നിട്ട് നമ്മുടെ മുഖത്ത് എവിടേക്കാണോ നമ്മുടെ രോമവളർച്ച ഉള്ളത് അവിടെ അലോവേറ ജെൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുഖത്തെ ഹെയർ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്തു എന്ന് കരുതി ഒരു കാരണവശാലും അമിതമായിട്ടുള്ള ഒരു രോമവളർച്ചയൊന്നും ഉണ്ടാവുകയില്ല. പലരും ഇത് ചെയ്യാൻ പേടിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു തവണ മുഖത്ത് നമ്മുടെ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് രോമം വളരുമോ എന്നൊക്കെ ഉള്ളതാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവുകയില്ല. അത് ഒരു മിത്ത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫേസിൽ ഇതുപോലെ ചെറിയ രീതിയിൽ ഹെയറൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റേസർ ഉപയോഗിച്ച് തന്നെ അത് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വലിയ വിലയൊന്നുമില്ല, എല്ലാ ഓൺലൈൻ സൈറ്റുകളിലും അത് അവൈലബിൾ ആണ്. മുഖത്തെ രോമം റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മുഖം ഒന്ന് ക്ലീൻ ആയതായിട്ട് നമുക്ക് തോന്നും, മുഖം ഒന്ന് ബ്രൈറ്റ് ആകും. അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്ത് തുടങ്ങാം. ഈ മേക്കപ്പിലൂടെ മുഖത്തെ ചുളിവുകളും ഫൈൻ ലൈൻസും ഒക്കെ പൂർണ്ണമായിട്ടും മറയ്ക്കുക എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖത്തെ സൗന്ദര്യത്തെ ഒന്ന് എൻഹാൻസ് ചെയ്യുക എന്നതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ സ്കിൻ കെയർ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അതൊരിക്കലും മറന്നു പോകാൻ പാടില്ല. മുഖം നല്ലതുപോലെ മോയ്സ്ചറൈസ് ചെയ്യുക, അതിനുശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ മേക്കപ്പ് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് ഒരു BB ക്രീമാണ്. ഞാനിവിടെ പോൺസിൻ്റെ BB ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 108 രൂപയാണ് ഇതിൻ്റെ വില. ഇതൊരു നല്ല BB ക്രീമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ടായിരിക്കും, എന്താണ് ഈ BB ക്രീം എന്ന് പറഞ്ഞാൽ? ബ്യൂട്ടി ബാം അല്ലെങ്കിൽ ബ്ലെമിഷ് ബാം എന്നാണ്. അതായത് നമ്മുടെ മുഖത്തെ ഡ്രൈ ആക്കരുത്, ചെറിയ പാടുകളൊക്കെ ഒന്ന് കവർ ചെയ്യണം, അതേസമയം നാച്ചുറൽ ലുക്ക് വേണം. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് BB ക്രീം ഉപയോഗിക്കാവുന്നതാണ്. ഫൗണ്ടേഷൻ പോലെ ഒരു ഹെവി ലുക്കൊന്നും ഇത് തരില്ല. ഇത് വളരെ പെട്ടെന്ന് ബ്ലെൻഡ് ആകും. മേക്കപ്പ് ചെയ്ത പോലെ ഒരു ഹെവി ഫീലൊന്നും ഉണ്ടാകില്ല. 50 കഴിഞ്ഞ് സ്കിന്നിലെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതൊക്കെ ഉണ്ടാകാം. ഹെവി പ്രോഡക്റ്റ് ഇടുമ്പോൾ അത് ലൈൻസിൽ സെറ്റ് ചെയ്ത് വയസ്സ് കൂടുതലായിട്ട് തോന്നും. അതുകൊണ്ട് എപ്പോഴും മിനിമലായിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. 50+ ആളുകൾക്ക് ഒരു നാച്ചുറൽ ലുക്ക് തരാൻ ഈ BB ക്രീം തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു BB ക്രീം വളരെ കുറച്ച് എമൗണ്ട് എടുത്താൽ മാത്രം മതിയാകും. കുറച്ചെടുക്കുക, എന്നിട്ട് ഡോട്ട് ടു ഡോട്ടായിട്ട് നിങ്ങളുടെ മുഖത്തും അതേപോലെ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. അത്രമാത്രം ചെയ്താൽ മതിയാകും. അപ്പോൾ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് BB ക്രീമാണ്. അപ്പോൾ നമ്മൾ BB ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാർസിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇതിന് എത്രയാണ്? 70 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ ഒരു വശത്ത് പെൻസിലും മറ്റേ വശത്ത് സ്പൂളിയുമാണ് ഉള്ളത്. ഇതിന് സ്പൂളി എന്നാണ് പറയുന്നത്. 50 കഴിഞ്ഞാൽ പുരികത്തിൻ്റെ കട്ടി കുറയാൻ തുടങ്ങും, പുരികം കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഐബ്രോസ് ഫില്ല് ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. മുഖത്തിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നത് നമ്മുടെ പുരികങ്ങളാണ്. അപ്പോൾ ഈ ഒരു പെൻസിൽ ഉപയോഗിച്ച് മുഴുവൻ അങ്ങ് കറുപ്പിച്ച് വരയ്ക്കേണ്ടതില്ല. ആദ്യം ഈ ഒരു സ്പൂളി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് മേളിലോട്ട് ചീകി വെക്കാം. അപ്പോൾ നമ്മുടെ പുരികത്തിൻ്റെ ഷേപ്പ് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഇനി പെൻസിൽ കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ വരകൾ ഇട്ട് കൊടുക്കാം. ഒരു ലൈൻ പോലെ വരയ്ക്കരുത്, ചെറിയ രോമം പോലെ സ്ട്രോക്ക് ഇടുക. മുൻവശം, അതായത് ഈ ഫ്രണ്ട് പാർട്ടിൽ അധികം ഡാർക്ക് ആകരുത്, അവിടെ വളരെ സോഫ്റ്റായിട്ട് ഫില്ല് ചെയ്യുക. അവസാനം വീണ്ടും ഈ സ്പൂളി കൊണ്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ നമ്മുടെ പുരികം വളരെ നാച്ചുറലായിട്ട് തോന്നും. വളരെ കറുപ്പിച്ച് ബോൾഡായിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല, നാച്ചുറലായിട്ട് കുറച്ച് ഫില്ല് ചെയ്താൽ മതിയാവും. അപ്പോൾ മുഖം നല്ല സോഫ്റ്റായിട്ടും എലഗൻ്റായിട്ടും തോന്നും. ഇനി അടുത്തതായിട്ട് നമുക്ക് കണ്ണുകളൊന്ന് എഴുതി കൊടുക്കാം. മുഖത്തിന് ഒരു തെളിച്ചവും തിളക്കവും നൽകുന്ന ഒന്നാണ് നമ്മുടെ കണ്ണുകൾ. പ്രത്യേകിച്ച് ഒരു 50കൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ മുഖത്തൊരു ക്ഷീണം തോന്നിപ്പിക്കുന്നത് കണ്ണുകൾക്കാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ കുറച്ച് മനോഹരമാക്കേണ്ടത് വളരെ ആവശ്യമാണ്.
അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡാസിലറിൻ്റെ കാജലാണ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 80 രൂപയാണ്. കാജൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് കട്ടിയായിട്ട് വരയ്ക്കണമെന്നില്ല. ആദ്യം താഴെയുള്ള വാട്ടർ ലൈൻ ഭാഗത്ത് വളരെ സാവധാനം ഒരു ലൈറ്റ് ലൈൻ ഇടാം. ഇനി മുകളിലെ കണ്ണിൻ്റെ ലാഷ് ലൈൻ ഭാഗത്ത് കണ്ണുകൾ അടച്ചിട്ട് ആ ഭാഗത്ത് വളരെ തിന്നായിട്ടുള്ള ഒരു ലൈന് വരച്ചു കൊടുക്കാം. അതിനുശേഷം വിരലുപയോഗിച്ചോ അതല്ലെങ്കിൽ ക്യൂടിപ്സ് ഉപയോഗിച്ച് ബഡ്സ് ഉപയോഗിച്ചോ ഒന്ന് സോഫ്റ്റായിട്ട് സ്മഡ്ജ് ചെയ്താൽ കണ്ണ് ഷാർപ്പല്ല, സോഫ്റ്റായിട്ട് തോന്നും. കണ്ണ് വലുതായിട്ട് കാണിക്കാനായിട്ടാണ് നമ്മൾ കാജൽ എഴുതുന്നത്, കണ്ണ് ചെറുതാക്കാനല്ല. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റായിട്ട് എഴുതിയാൽ മതിയാകും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് ഒരു ലിപ്സ്റ്റിക്കാണ്. 50 കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടാൻ പലർക്കും ഒരു മടിയുണ്ടാകും. ഇനി ഈ വയസ്സിൽ ലിപ്സ്റ്റിക് എന്തിനാണ്, ആൾക്കാർ എന്ത് പറയും എന്നൊരു പേടി. പക്ഷേ ഓർക്കണം, ലിപ്സ്റ്റിക് ഇടുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ ഇപ്പോഴും സുന്ദരിയാണ് എന്ന് നമുക്ക് തന്നെ തോന്നാൻ വേണ്ടി കൂടിയാണ്. വയസ്സാവുന്നത് കൊണ്ട് നിറങ്ങൾ നമ്മളെ വിട്ടു പോകുന്നില്ല, നമ്മളാണ് ഈ നിറങ്ങളെ വിട്ട് കളയുന്നത്. അതിനാൽ മറ്റുള്ളവർ എന്ത് പറയും എന്ന് ചിന്തിക്കേണ്ട. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇടുക. കാരണം നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മുഖം, നിങ്ങളുടെ സന്തോഷമാണ്. അതെപ്പോഴും ഓർമ്മയിലുണ്ടാവണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മേബിലിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. ഏകദേശം ഒരു 200 രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഒരു ഷെയ്ഡാണിത്. ഇതിപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡാണ്. 50 കഴിഞ്ഞാൽ പലർക്കും ഈ ഡാർക്ക് ഷെയ്ഡ്, ബോൾഡ് ഷെയ്ഡുകളൊന്നും ഇഷ്ടമാവുകയില്ല. അതിന് പകരം സോഫ്റ്റ് ആയിട്ടുള്ള ന്യൂഡ് അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് ടോൺ ഉപയോഗിച്ചാൽ മുഖം വളരെ നാച്ചുറലായിട്ട് തോന്നും. ആദ്യം ലിപ്സ് ഡ്രൈ ആണെങ്കിൽ ചെറിയൊരു ലിപ് ബാം ഇട്ട് കൊടുക്കാം. കാരണം പ്രായം കൂടുമ്പോൾ ലിപ്സ് കൂടുതൽ വരണ്ടതായിട്ട് തോന്നാം. ഇനി ലിപ്സ്റ്റിക്ക് നേരിട്ട് വളരെ ലൈറ്റായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാം. ഒരു കോട്ട് മതിയാകും. വളരെ പ്രസ് ചെയ്ത് തിക്കായിട്ട് നിങ്ങൾ ഇടേണ്ടതില്ല. കൂടുതൽ നാച്ചുറൽ ലുക്ക് വേണമെങ്കിൽ വിരലുകൊണ്ട് ഒന്ന് ടാപ്പ് ചെയ്ത് ബ്ലെൻഡ് ചെയ്താൽ ലിപ് കളർ സോഫ്റ്റായിട്ട് തോന്നും. വളരെ ഡാർക്ക് ഷെയ്ഡ് ഇടുമ്പോൾ ചിലപ്പോൾ മുഖം കടുപ്പമുള്ളതായിട്ട് തോന്നാം. സോഫ്റ്റ് ന്യൂഡ് ഷെയ്ഡ് ഇടുമ്പോൾ മുഖം ജെൻറ്റിലായിട്ടും കുറച്ച് എലഗൻ്റായിട്ടും തോന്നും. മുഖത്തെ ആ ഒരു ഡൾനെസ് ഒക്കെ മാറി മുഖം ഒന്ന് ബ്രൈറ്റായിട്ട് തോന്നാനായിട്ട് ഇത് ലിപ്സ്റ്റിക് ഇടുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ യങ്സ്റ്റേഴ്സിന് മാത്രമല്ല ലിപ്സ്റ്റിക് ഉപയോഗിക്കാവുന്നത്, നിങ്ങൾക്കും ഉപയോഗിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഷെയ്ഡ് നോക്കി തിരഞ്ഞെടുത്താൽ മതിയാകും. ഇത്രയും ചെയ്ത ശേഷം ഒരു ചെറിയ പൊട്ടും വെച്ച് തലമുടി നന്നായി ചീകി കെട്ടി ഇഷ്ടമുള്ള ഒരു നല്ല സാരിയൊക്കെ ഉടുത്ത് അണിഞ്ഞാൽ നിങ്ങളുടെ ലുക്ക് കംപ്ലീറ്റ് ആകും. ഞാൻ പറഞ്ഞല്ലോ, ഇത് വലിയ ഫംഗ്ഷനുള്ള മേക്കപ്പ് ഒന്നുമല്ല. പുറത്തേക്ക് എവിടെയെങ്കിലും പോകുമ്പോഴും, ഒരു ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിലും, സിനിമയ്ക്ക് പോകുമ്പോഴും പ്രസൻറ്റബിൾ ആയിട്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സിമ്പിൾ ലുക്കാണ്. നമ്മൾ ഡള്ളായി നമ്മളെ തന്നെ അവഗണിച്ച് നടക്കുമ്പോൾ ഉള്ളിലും ഒരു സന്തോഷം ഉണ്ടാകാറില്ല. പക്ഷേ ഒന്ന് നീറ്റായിട്ട് ഒരുങ്ങിയാൽ കണ്ണാടിയിൽ നമ്മളെ തന്നെ നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം വരും. മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നമ്മൾക്ക് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. വയസ്സ് കൂടുന്നത് കൊണ്ടല്ല ഭംഗി കുറയുന്നത്, നമ്മൾ നമ്മളെ കെയർ ചെയ്യാതെ ആകുമ്പോഴാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചുകൊണ്ട് പ്രസൻറ്റബിളായി ആത്മവിശ്വാസത്തോടെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയ എല്ലാ പ്രോഡക്ട്സും വളരെ അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. ഒരു 500 രൂപയുണ്ടെങ്കിൽ അതിനുള്ളിൽ ആവുകയുള്ളൂ ഇതെല്ലാം വാങ്ങുന്നതിന്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ജീവിതത്തിൻ്റെ ഒരു വലിയ പങ്കും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു തീർത്തില്ലേ നിങ്ങൾ? ഇനി നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ജീവിക്കൂ. നല്ലതുപോലെ വസ്ത്രമൊക്കെ ചെയ്ത് നല്ലതുപോലെയൊക്കെ ഒന്ന് ഒരുങ്ങി, ഇഷ്ടമാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് ഒരുങ്ങി ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു ഫോട്ടോ ഇടുക, ഒരു വീഡിയോ ഇടുക. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു സന്തോഷം തരുന്ന കാര്യങ്ങളായിട്ട് മാറും. അപ്പോൾ സ്വയം ആനന്ദിക്കുവാനും സമാധാനം നൽകുവാനും അവനവന് തന്നെ കഴിയട്ടെ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.